നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഡേ 1ന്റെ റിവ്യൂ ആണ്. ഇത് നമുക്ക് ഫസ്റ്റ് ദിവസം ഒരു 4 പേരുടെ പേര്, ഫസ്റ്റ് ദിവസം തിളങ്ങിയ ഒരു 4 പേര്, അല്ലെങ്കിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു 4 പേര്. ഇവര് അങ്ങോട്ട് പോകുന്ന ദിവസങ്ങളിൽ സ്റ്റാറായി തന്നെ നിൽക്കും, അതിനൊരു മാറ്റമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു 4 പേരെ കുറിച്ച് നമുക്ക് സംസാരിക്കണം. അതിന് മുമ്പ് ഇന്ന് നടന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും. ആദ്യം നമുക്ക് ഇന്നത്തെ നോമിനേഷൻ, അല്ലെങ്കിൽ പിന്നെ നോമിനേഷനിൽ ആരൊക്കെ പോയിട്ടുണ്ട് എന്ന് നോക്കിയത് 8 പേരാണ് നോമിനേഷനിൽ പോയത്. നോമിനേഷനിൽ പോയത് 8 പേരിൽ ഒന്ന് റോക്കി, ശരണ്യ, നൂറ, സിജോ, അൻഷിബ, പിന്നെ ജിൻഡോ, പിന്നീട് രതീഷ്, പിന്നെ സുരേഷ്. ഇത്രയും പേരാണ്. 1 2 3 4 5 6 7 8 പേരാണ് ഇന്ന് നോമിനേഷനിൽ വന്നിട്ടുള്ളത്. മനസ്സിലായോ? അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി, പവർ റൂം എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. ആ പവർ റൂമിലുള്ളവരാണ് എന്ത് ചെയ്ത്, പവർ റൂമിലുള്ളവരെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അവരെല്ലാരും കൂടി ചേർന്ന് നോമിനേറ്റ് ചെയ്ത 8 പേര്. ഈ 8 പേരാണ് അടുത്ത പ്രാവശ്യം എന്ത് ചെയ്ത് പ്രേക്ഷകരുടെ വോട്ടിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നവർ. മിക്കവാറും ഇതിൽ ആരും ഔട്ടാവാനുള്ള ചാൻസ് ഇല്ല. ഇത് ആദ്യത്തെ കേസ്. ഇന്ന് ഒരുപാട് സംഭവങ്ങളുണ്ട്. ആദ്യം നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ വീഡിയോകളായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇന്ന് സൂപ്പറായിട്ട് കളിച്ച ഒരു 4 പേരുടെ പേരുകൾ, 4 പേര് ആരൊക്കെയാണ്? അതിൽ നമ്പർ 1 ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ഷിജോ ജോൺ. ഇന്നത്തെ ദിവസം സ്റ്റാർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണടച്ചുകൊണ്ട് എല്ലാവരും പറയുന്ന ഒരു പേരായിരിക്കും ഷിജോ ജോൺ. കാരണം എന്താ വെച്ചാൽ ഷിജോ ഇന്ന് ഷിജോയുടെ ഒരു ഗെയിം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം പഠിച്ചുകൊണ്ട്, ഷിജോ മുമ്പ് നമുക്കറിയാം യൂട്യൂബിലൊക്കെ പണ്ട് ഈ പറയുന്ന റിവ്യൂസ് ഒക്കെ ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ ഈ ഗെയിം എന്താണെന്നും ഇതിന്റെ പാറ്റേൺ എന്താണെന്നും ഇതിലെങ്ങനെ കളിക്കണമെന്നും വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പൊ എല്ലാം ഗെയിമും പഠിച്ചുകൊണ്ട് ഏത് രീതിയിൽ ഈ ഗെയിമിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടുവന്ന ഒരു മത്സരാർത്ഥിയാണ് ഷിജോ ജോൺ. അപ്പോ അവിടെ ഈ ഷിജോ ജോൺ എന്ന് പറഞ്ഞ പുള്ളിയാണ് ഇന്നത്തെ ദിവസം ഏറ്റവും സൂപ്പറായിട്ട് കളിച്ചത്. അതുമല്ല, ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ടുള്ള വിലയിരുത്തലാണെങ്കിൽ കൂടി അങ്ങോട്ട് പോകുന്ന ദിവസങ്ങൾ വലിയ ഒരു സാന്നിധ്യമായിരിക്കും ഷിജോ ജോണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വെച്ചാൽ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. ഇന്നത്തെ ആ പറയുന്ന അവസാനത്തെ ക്യാപ്റ്റൻസി, ആദ്യത്തെ ക്യാപ്റ്റൻ അർജുൻ ആയിരുന്നു അല്ലെ, ആ ക്യാപ്റ്റൻസി ടാസ്ക് പോലും ഇത്രയും വലിയൊരു ട്വിസ്റ്റിലേക്ക് കൊണ്ടുവരാം. അവിടെ ഒരു ഗെയിം, അതിന്റെ അകത്തൊരു ഗെയിം കണ്ടുപിടിക്കുകയും അത് ഒരു നല്ലൊരു രസത്തിലേക്ക്, അല്ലെ നല്ലൊരു ഒരു ഫൈറ്റിലേക്ക് കൊണ്ടുവരാൻ കാരണക്കാരനായതും അവിടെ ആരാണ്? ഷിജോ ജോണാണ്. അപ്പൊ ആദ്യത്തെ പേഴ്സൺ, നമ്പർ 1 ഞാൻ ഷിജോ ജോണിനെ പറയും. രണ്ടാമത്തെ ആള് മറ്റാരുമല്ല, രതീഷ്, നമ്മുടെ രതീഷാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കൊണ്ടുപോയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രതീഷാണ് അല്ലെ. രതീഷ് എല്ലായിടത്തും പോയി, എവിടെ നോക്കിയാലും രതീഷ്. ഇതിപ്പം ഈ പറയുന്ന നമ്മുടെ എപ്പിസോഡിലായാലും രതീഷിന് ഇല്ലാത്ത ഒരു സ്ക്രീൻ ഇല്ലായിരുന്നു. എല്ലാത്തിലും രതീഷ് ഉണ്ട്. പക്ഷെ രതീഷിന്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത്, കണ്ണിക്കാണുന്ന എല്ലായിടത്തും പോയി തലയിടുന്നു. അതുകൊണ്ടാണ് സ്ക്രീൻ സ്പേസ് കിട്ടിയത്. എല്ലാ വിഷയങ്ങളിലും തലയിടുന്നുണ്ട്, അനാവശ്യമായി തലയിടുന്നുണ്ട്, അനാവശ്യമായി ചെറിയ വിഷയങ്ങളെ പെരിപ്പിച്ച് കാണിക്കുന്നുണ്ട്. ഇന്ന് തന്നെ ഈ പറയുന്ന ജാൻമണി എഡോ എന്ന് വിളിച്ചതിനെ ചൊല്ലി ഒരുപാട് പിന്നീട് അത് എന്നെ ഇങ്ങനെ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കും. പുള്ളി അതിന് കണ്ടന്റ് ആക്കാൻ വേണ്ടി അത് എന്നെ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നീട് സിഗരറ്റ് കത്തിച്ച്, ജാൻമണി വന്ന് സിഗരറ്റ് കത്തിച്ച ഒരു സംഭവം, അതിനെയും 1-2 തവണ പറഞ്ഞ് നിർത്താളെ അതിനെയൊക്കെ വലിയൊരു കാര്യമായിട്ട് എടുത്ത് കാണിക്കുന്നു എന്നൊക്കെ. അതായത് DFK അങ്ങനെയാണ്. DFKയുടെ ഗെയിം സ്ട്രാറ്റജി എന്തായിരുന്നു, ആ സെയിം അതിനെ പിന്തുടർന്നുകൊണ്ട് DFK അറിയാലോ, പണ്ട് ഓരോരുത്തരെ വിളിച്ചിരുത്തിട്ട് പറയും നീ ശരിയല്ല. അതുപോലെ തന്നെയാണ് ഇന്ന് നൂറെ വിളിച്ചിരുത്തിയിട്ട് ഈ പറയുന്ന രതീഷ് പറയും നീ ശരിയല്ല, നീ പോരാ എന്ന് ഡയറക്റ്റ് പറയാണ്. അപ്പൊ അവർക്ക് എന്തായാലും ചൊറിയും. പക്ഷെ ആ ഒരു ചൊറിഞ്ഞത് കൊണ്ടാണ് 100 ആക്റ്റീവ് ആയത്. അതില്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു അനാവശ്യമായിട്ടൊരു ഇടപെടൽ നടത്തുന്നുണ്ട്. രണ്ടാമത്തെ ദിവസമല്ല, ആ അനാവശ്യമായ ഇടപെടലുകളാണ് ഇന്നത്തെ ദിവസം ആ ഷോയ്ക്ക് ഇത്രയും കളറായത്. ഇത് മറ്റൊരു കാര്യം. പക്ഷെ വരും ദിവസങ്ങളിൽ, ഇനി അങ്ങോട്ട് പോകുന്ന ദിവസങ്ങൾ, ഈ അനാവശ്യമായ ഇടപെടലുകൾ അല്ലെങ്കിൽ അനാവശ്യമായ സ്ക്രീൻ സ്പേസിന് വേണ്ടി ഇടപെടുന്നത് പുള്ളിക്ക് നെഗറ്റീവായിട്ട് തന്നെ വരും. അതങ്ങനെ തന്നെ വരും. കാരണം നമുക്ക് ഒരു ചെറിയ കാര്യത്തിന് ഇത്രയും പർവ്വതീകരിച്ച് വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതൊരു ചൊറിയൻ എന്ന് പറയുന്ന രീതിയിലേക്ക് കാറ്റഗറൈസ് ചെയ്യപ്പെടും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് രതീഷ് വരുന്ന ദിവസങ്ങളിൽ ഒരു നെഗറ്റീവ് ഇമേജിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞു, ഇന്നത്തെ ദിവസം വളരെ സ്ക്രീൻ സ്പേസ്, പിന്നെ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് നേടിക്കൊടുത്ത ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ രതീഷാണ്. അപ്പൊ രണ്ടാമത്തെ ആള് രതീഷാണ്. മൂന്നാമത്തെ ആള് ജാസ്മിൻ ജാഫറാണ്.
ജാസ്മിൻ ജാഫർ പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ജാഫർ ഈ പെണ്ണുങ്ങളുടെ ഇടയിൽ ഇത്തിരി പുലിയായിട്ട് നിൽക്കുന്നത് ജാസ്മിൻ ജാഫറാണ്. എല്ലാ വിഷയങ്ങൾക്കും തന്റേതായിട്ടുള്ള അഭിപ്രായം ജാസ്മിൻ ജാഫറിനുണ്ട്. എല്ലാ ഈ പറയുന്ന ഇന്നത്തെ ഗെയിമിൽ തന്നെ ഷിജു നടത്തിയ ഒരു ഇടപെടൽ. ഷിജു അവിടെ എന്ത് ചെയ്തു, ഈ ഗെയിമിനെ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി നല്ലൊരു ഗെയിം കൊണ്ടുവന്നു. ആ ഗെയിമിൽ നൂറ അറിഞ്ഞിട്ട് നൂറയ്ക്ക് അത് തുറന്ന് പറയാനോ ഉള്ള ഒരു ധൈര്യം ഉണ്ടല്ലോ. പക്ഷെ അത് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്നത് ആ ഗെയിമിനെ പൊളിക്കാൻ എന്ത് ചെയ്തു, ജാസ്മിൻ ജാഫറിന് കഴിഞ്ഞിരുന്നു. ജാസ്മിൻ ജാഫർ വളരെ ചങ്കൂറ്റത്തോടെ വന്ന് പറഞ്ഞ് ഇങ്ങനെ കളിക്കുന്നത് അൺഫെയർ ആണെന്നുള്ളത് എന്ത് ചെയ്തു, ജാസ്മിൻ എന്ത് ചെയ്തു അവിടെ നിന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് പല കാര്യങ്ങളിലും ജാസ്മിന്റെ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നമ്മൾ കാണുന്നുണ്ട്. എല്ലായിടത്തും ഓപ്പണായിട്ട് സംസാരിക്കണം, എല്ലായിടത്തും ചങ്കൂറ്റത്തോടെ സംസാരിക്കണം. ആർക്ക് കാണുന്നുണ്ട്, ആർക്ക് കഴിയുന്നുണ്ട്, ജാഫറിന് കഴിയുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ കണ്ടസ്റ്റന്റ് ഇന്നത്തെ ദിവസം നമുക്ക് ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് അത് ജാസ്മിൻ ജാഫറാണ്. നാലാമത്തെ കണ്ടസ്റ്റന്റ് അത് മറ്റാരുമല്ല അസി റോക്കിയാണ്. അസീർ റോക്കിയും ഇന്ന് ഒരുപാട് കണ്ടന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസത്തെ കേസ് പറയുകയാണെങ്കിൽ ഇന്ന് ഒരുപാട് കണ്ടന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല എന്താ പറയുന്നത്, ഒരു ഫൈറ്റിന്റെ മൂഡിലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് സ്ക്രീൻ സ്പേസ് കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. കുറെ അവർക്ക് ശത്രുത, അതായത് കുറെ ആൾക്കാർക്ക് പിന്നെ ഈ പറയുന്ന പിന്നെ റോക്കി ഒരു നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ഇവ ശരിയാവത്തില്ല, അങ്ങനെ ഒരു ചിന്ത മറ്റുള്ള കണ്ടസ്റ്റൻസ്, അതായത് നോമിനേറ്റ് ചെയ്തപ്പോൾ അവരെല്ലാവരും എടുത്തു പറഞ്ഞൊരു കേസ് ഇവൻ കുറച്ച് ഓവറാണ്, അല്ലെങ്കിൽ എന്റെ ഒരു എതിരാളിയായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് പറയാനുള്ള ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് കൊണ്ടുവരാൻ ആർക്ക് കഴിഞ്ഞു, ഈ പറയുന്ന അസി റോക്കിക്ക് കഴിഞ്ഞു. അസി റോക്കിയുടെയും ഒരു വിലയിരുത്തുകയാണെങ്കിൽ പോകെ അസി റോക്കി ചിലപ്പോൾ നെഗറ്റീവായിട്ട് പോകാനുള്ള ചാൻസസ് ഞാൻ കാണും. ഇതൊന്നും എന്റെ ഒരു ദിവസത്തെ വിലയിരുത്തലാണ്, മനസ്സിലായോ. അങ്ങോട്ട് പോകെ കാരണം പുള്ളിയുടെ വായിൽ നിന്ന് ചിലപ്പോഴൊക്കെ അനാവശ്യം ഈ പറഞ്ഞ പെണ്ണുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില വാക്കുകൾ അറിയാതെ വീഴുന്നുണ്ട്. അത് പുള്ളിക്ക് പാരയായി തീരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ പറഞ്ഞ 4 പേരിൽ ഷിജോ ജോൺ, രതീഷ്, ജാസ്മിൻ ജാഫർ, അസീറോക്ക്, ഇതിലൊക്കെ എടുത്തു പറയാനുള്ള ഷിജോ ജോണാണ് കേട്ടോ. വളരെ നല്ലൊരു ഗെയിം പ്ലാൻ പുള്ളിക്കുണ്ട്, വളരെ നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൂടി നിരീക്ഷിച്ചു കൊണ്ടുള്ള ഇടപെടലാണ്, മനസ്സിലായോ. പുള്ളിയുടെ വായിൽ നിന്ന് ഒരു അനാവശ്യ വാക്കുകളും വീഴാതെ വളരെ ഇതിൽ ശ്രദ്ധിച്ച് കളിക്കുന്നുണ്ട്. എങ്ങനെ, എവിടെ, എപ്പോ, എന്ത് പറയണമെന്ന് പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഇതിലെ ഈ 4 പേരില് നമ്പർ 1 ആരെന്ന് ചോദിച്ചാൽ ഷിജോ. ബാക്കി എല്ലാവരും ഈ പറയുന്ന രതീഷൊക്കെയാണ് ഈ ഷിജോനെ കട്ടി ഒരുപാട് 10 മടങ്ങ് ഈ പറയുന്ന സ്ക്രീൻ സ്പേസ് നേടിയെങ്കിലും വരെ അല്ലെ പോകെ ചിലപ്പോൾ നെഗറ്റീവ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ജാസ്മിൻ ജാഫർ കുഴപ്പമില്ല, അസീറോക്ക്, പിന്നെ അതിന്റെ ഈ 4 പേരാണ് ഞാൻ ഈ എടുത്തു പറയുന്നത്. അതിനുശേഷം വരുന്നത് ശ്രീലേഖ. ഇന്നൊരു ഗെയിം ചേഞ്ചറായിട്ട് മാറിയത് ശ്രീലേഖയാണ്. അതുകൊണ്ട് തന്നെ ശ്രീലേഖയ്ക്ക് നമുക്കിന്നൊരു ചാൻസ്, കാരണം ഇന്നൊരു ഗെയിം ട്വിസ്റ്റ് ചെയ്തത് അല്ലേ, അതായത് ഇവിടെ ആരാണ് റോക്കി ജയിക്കാനുള്ള ഗെയിമിനെ ആ പ്രസന്റ് ഓഫ് മൈൻഡിൽ നിന്നുകൊണ്ട് ടവേന തന്നെ തന്റെ അടുത്തിരുന്ന ഈ പറയുന്ന ബോളുകളെല്ലാം നേരെ മറിച്ച് ആർക്ക് കൊടുത്തു, നമ്മൾ ഈ പറഞ്ഞ അർജുന് കൊടുത്തുകൊണ്ട് അവിടെ ഒരു ഗെയിം ചേഞ്ച് കൊണ്ടുവന്നു എന്നുള്ള നിലയ്ക്ക് ശ്രീലേഖയും നമുക്ക് ഒരു മാറ്റി വെക്കാം. കുഴപ്പമില്ല, ചിലപ്പോൾ കയറി വരുമെന്ന് നമുക്ക് നോക്കാം. ഇന്നൊരു ഗെയിം ചേഞ്ചർ ആയതുകൊണ്ട്. അതിനോടൊപ്പം നമ്മൾ പറയണമെങ്കിൽ പിന്നീട് ഈ പറയുന്ന നൂറയും കുറച്ച് ഡൗൺ ആയി നിൽക്കുമെങ്കിലും ഈ പറയുന്ന രതീഷിന്റെ ഇടപെടലോടുകൂടി നൂറ കുറച്ച് മാറിയിട്ടുണ്ട്. കുറച്ച് സംസാരിക്കുന്ന കേൾക്കാൻ ഒരു സുഖമുണ്ട്. ഇതൊക്കെ പ്രേക്ഷകർ ചിന്തിക്കും. ഇപ്പം ജാസ്മിൻ ജാഫർ എല്ലായിടത്തും ഇടപെടുന്നുണ്ട്, പക്ഷെ സംസാരം കേൾക്കുമ്പോൾ ചിലർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല, ആ ഒരു ലെവലാണ്. പക്ഷെ നൂറയുടെ കേസ് ജാസ്മിന്റെ അത്ര ഒരു ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രതികരണം ഈ പറയുന്ന നൂറയ്ക്കില്ലെങ്കിലും അവരുടെ സംസാര രീതി കേൾക്കാൻ ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും, മനസ്സിലായോ. അപ്പൊ അതാണ് നൂറ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിൽക്കുന്നത്. ബാക്കിയുള്ള കണ്ടസ്റ്റന്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ബാക്കികളൊന്നും ഇന്നത്തെ ദിവസം വലിയ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നത്. അത് ശരണ്യ ആയിക്കോട്ടെ, ഈ പറയുന്ന കോമണേഴ്സ് ആയിക്കോട്ടെ, കോമണേഴ്സ് ഒക്കെ ഇന്ന് വളരെ നിറം മങ്ങിയത് പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം അവർക്കൊന്നും ചെയ്യാനായിരുന്നു. പക്ഷെ പിന്നെ അവരെ മുടിയനായിക്കോട്ടെ, പിന്നെ ജിൻഡോ വളരെ ജിൻഡോയിൽ നിന്ന് നോമിനേഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ജിൻഡോ വാ തുറന്നത് വളരെ തെറ്റായ തരത്തിലുള്ള വാ തുറക്കുക. എനിക്ക് ചായ ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഇത്രയും മോശം ചായ ഞാൻ കുടിച്ചിട്ടില്ല, വെറുതെ അതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന കൊച്ചു കുട്ടികൾക്ക് വരെ മനസ്സിലായി ഇത് ഈ പുള്ളി കണ്ടന്റിന് വേണ്ടിയിട്ട് പിന്നെ ഈ നോമിനേഷനിൽ വന്നത് കൊണ്ട് പറഞ്ഞതാണ് കൃത്യമായിട്ട് മനസ്സിലാവും അല്ലെ. നോമിനേഷനിൽ വന്നത് കൊണ്ട് എനിക്ക് അടുത്ത വോട്ട് കിട്ടണമെന്ന് പറഞ്ഞിട്ട് എന്തോ കാണിക്കാൻ വേണ്ടി ഇടപെട്ട സബ്ജക്ട്, ഇടപെട്ട രീതി അതൊക്കെ റോങ് ആയിരുന്നു, മനസ്സിലായോ. അപ്പം അവിടെയും ജിൻഡോയും റോങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് ഫസ്റ്റ് ഡേ ഫീൽ ചെയ്യുന്നത്. ഈ 4 പേര് പോയിട്ട് ഞാൻ ഈ പറഞ്ഞ ഷിജോ ജോൺ, പിന്നെ രതീഷ്, ജാസ്മിൻ ജാഫർ, അസീർ റോക്കി,
ഈ 4 പേര് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വളരെ സജീവമായിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ അടങ്ങിയിരിക്കുന്നു, അവരെ ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതല്ല. ഈ പറയുന്ന ഇന്നത്തെ ദിവസം ഇവരാരും മറ്റുള്ളവരാരും പറഞ്ഞ നമ്മുടെ ഈ ഗബ്രീനെ എടുത്ത് പറയണം കേട്ടോ. ഗബ്രിയും ഇത് പറഞ്ഞാൽ കുറച്ച് പിന്നീട് സംസാരിക്കുന്നുണ്ട്, കുറച്ച് കണ്ടന്റുകൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പറയുന്ന നമ്മുടെ ശ്രീലേഖയുടെ കൂടെ നമുക്ക് ഗബ്രിയും കൂടി വേണമെങ്കിൽ ഉൾപ്പെടുത്താം. മനസ്സിലായോ? ഗബ്രിയും നല്ല രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ബാക്കിയുള്ള കണ്ടസ്റ്റൻസുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ സുരേഷ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കണ്ടസ്റ്റൻ്റൊക്കെ വളരെ നിറമങ്ങി എന്താണ് ഒരു വന്നതല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങ് എന്തിരിക്കുക. അതുകൊണ്ട് തന്നെ അവരാരെയും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. അവരൊക്കെ പൊങ്ങി വരാം. ഒരൊറ്റ ദിവസം കൊണ്ട് ഇതൊക്കെ കളിയൊക്കെ മാറി മറിയാം. പക്ഷെ എത്ര മാറി മറിഞ്ഞാലും ഈ ആദ്യം പറഞ്ഞ 4 പേരെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഷിജോ ജോൺ, രതീഷ്, ജാസ്മിൻ ജാഫർ, അസീറോക്കി, ഇവർ എപ്പോഴും ഒരു നിറസാന്നിധ്യമായിട്ട് അതിനകത്ത് ഉണ്ടാവും. ഈ പോകുന്നത് വരെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് അവിടെ അവർ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അതിൽ എടുത്തു പറയാനുള്ളത് ഷിജോ ജോൺ തന്നെയാണ്. വളരെ കൃത്യമായിട്ട് ഗെയിം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഈ പറയുന്ന ആരാണ് ഷിജോ ജോൺ. ഇനി നമ്മൾ ഒരേ ഒരു ട്രാൻസ്ജെൻഡർ ആയ ജാൻ മണിയും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ കണ്ടന്റുകൾ കൊണ്ടുവരുന്നുണ്ട്. ഈ പറഞ്ഞ രതീഷുമായിട്ട് പല 3-4 തവണ ഉടക്കി രതീഷ് ചുമ്മാ കയറി ചൊറിയുന്നതാണ്. ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് ചൊറിഞ്ഞ് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി, നമ്മൾ ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി നമ്മളൊരു വിഷയം വന്നു അതിനെക്കുറിച്ച് സംസാരിച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഒരുപാട് പ്രാവശ്യം ഒരു ചെറിയ കാര്യത്തിങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും. അപ്പൊ അത് ഇന്നത്തെ ദിവസം ഓക്കെ, പിന്നെ അത് ആവർത്തിക്കുമ്പോൾ ചുമ്മാ ഇങ്ങനെ ഇത് തന്നെ കണ്ടന്റിന് വേണ്ടി വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞ് വരുമ്പോൾ ഈ പറയുന്ന ഒരു നെഗറ്റീവ് കഥാപാത്രമായി മാറുകയും അതിന് കുറച്ച് സപ്പോർട്ടേഴ്സ് ഓഫ്കോഴ്സ് ഉണ്ടാവും. എങ്കിലും ഒരു നെഗറ്റീവ് കഥാപാത്രമായിട്ട് പുള്ളി തന്നെ പറയുന്ന ഒരു ഹീറോ ഉണ്ടെങ്കിൽ ഞാനൊരു വില്ലനാണ്, ഒരു വില്ലനും ഉണ്ടാവും, ആ വില്ലൻ ഞാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കുറച്ച് ഓവർ കോൺഫിഡൻസ് ആയതുപോലെയാണ് എനിക്ക് ആരെ ഫീൽ ചെയ്തത്. ഈ പറഞ്ഞ പിന്നീട് രതീഷിനെ ഫീൽ ചെയ്തത്. പിന്നെ നമ്മളെടുത്ത് പറയുന്നത് ഇന്നത്തെ പവർ റൂമിനകത്ത് ഞാൻ പറഞ്ഞില്ല, അർജുൻ എന്നൊരു ക്യാപ്റ്റൻസി കിട്ടി. പക്ഷെ അർജുൻ ആ ക്യാപ്റ്റൻസിയെ കൃത്യമായിട്ട് ഉപയോഗിച്ചില്ല എന്നുള്ളത് വളരെ സത്യമാണ്. ഈ പറയുന്ന ബിഗ് ബോസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ക്യാപ്റ്റൻസി ഈ പറയുന്ന പവർ റൂം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂമാണ്. അവിടെ നിങ്ങൾ വളരെ എന്താണ് ബുദ്ധിപരമായിട്ട് അവിടെ കണ്ടസ്റ്റൻസിനെ എടുക്കണം. അതായത് 7 ബെഡുകൾ ഉണ്ടായിരുന്നു. അവിടെ കൃത്യമായിട്ടും നിങ്ങൾക്ക് ആലോചിച്ച് ചിന്തിച്ച് വേണം ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ട് പോലും ഈ പറയുന്ന അർജുൻ അത് മനസ്സിലായിട്ടില്ല. അർജുൻ ഈ തോന്നിയതുപോലെ ആ കുറച്ചുപേരെ എടുത്തു, ആ കിച്ചൺ ടീമിലുള്ളവരെ മാത്രം തന്നെ എന്ത് ചെയ്തു, ഇതിനകത്തോട്ട് പവർ റൂമിലോട്ട് കൊടുത്തു. അപ്പൊ അത് ചിന്തിക്കാനുള്ള കഴിവ് ചിന്തിച്ചോളും. ഇന്നത്തെ ദിവസം കൊണ്ട് അർജുനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. അർജുൻ ചിലപ്പം എന്ന് വെച്ചാൽ ഗെയിം എന്താണെന്ന് പുള്ളിക്ക് മനസ്സിലായിട്ടില്ല. പുള്ളി 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ഗെയിം മനസ്സിലാക്കി ചിലപ്പോൾ ഒരു ഈ പറഞ്ഞ ഇവരെയൊക്കെ മേലിലോട്ട് വരാനുള്ള ചാൻസസും ഉണ്ട്. അതില്ലാന്ന് തള്ളിക്കളയുന്നില്ല. പക്ഷെ ഫസ്റ്റ് ഡേയിൽ നമ്മൾ വരുമ്പോഴേ ഇതൊക്കെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞത്, അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. നമ്മൾ ബിഗ് ബോസിനെ അകത്തോട്ട് വരുമ്പോൾ ഇത് ബിഗ് ബോസ് എന്താണെന്ന്, ഇതിന്റെ ഗെയിം സ്റ്റൈൽ എങ്ങോട്ടാണ്, അതിന്റെ പാറ്റേൺ എന്താണെന്നൊക്കെ അറിഞ്ഞു വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ്. പിന്നെ പറയുന്ന ഈ യമുന റാണി ആയിക്കോട്ടെ, നിഷാന ആയിക്കോട്ടെ, അവരൊന്നും വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ഒന്നും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ക്യാപ്റ്റൻ പവർ റൂമിൽ ഈ പറഞ്ഞ പോലെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ നിഷാന, യമുന റാണി, ഗബ്രി, പിന്നെ ആരാണ് ജാൻമണി, ശ്രീലേഖ, ഇത്രയും പേരാണ് പവർ റൂമിലുള്ളത്. പിന്നെ ക്യാപ്റ്റനും കൂടി എന്ത് ചെയ്യാം പവർ റൂമിൽ കയറി. പവർ റൂമിലുള്ളവർക്ക് ഭയങ്കര പവറാണ്. അവർക്ക് മനസ്സിലാവുന്നില്ല എന്താണ് പവർ എന്നത്. ആ പവർ മനസ്സിലാക്കിയത് എനിക്ക് തോന്നുന്നു ഷിജു ആണെന്ന് തോന്നുന്നു. ഷിജു അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് ഷിജുവിന്റെ ആ ഒരു മെന്റൽ ഗെയിം. ഷിജു പറയുന്നുണ്ട് ഇവരെ ഈ പവർ പിന്നീട് റൂമിലുള്ളവരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴേ അവരെപ്പോഴും സേഫ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവർക്ക് എന്തിനും പ്രേക്ഷകർ എന്താണ് ചിന്തിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്നുള്ള രീതിയൊക്കെ ഇപ്പം മുൻകൂട്ടി ആര് കാണുന്നുണ്ട്, ഈ പറയുന്ന ഷിജു കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്രയും പേരിൽ ഇന്നത്തെ ദിവസം കത്തി നിന്നത് ഷിജു തന്നെ എന്ന് ഞാൻ പറയാൻ കാരണം. അപ്പോൾ ഈ പവർ റൂമിലുള്ളവരുടെ പവർ എന്ന് വെച്ചാൽ അവർക്ക് ഇപ്പം പറഞ്ഞില്ലേ ഒരാളെ ഡയറക്റ്റ് അവർക്ക് നോമിനേറ്റ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ ജയിലിൽ പോണ ഒരാളെ ഇവർക്ക് നിശ്ചയിക്കാം, ആര് ജയിലിൽ പോകണമെന്ന് നിശ്ചയിക്കാം, അടുത്ത നോമിനേഷനിലേക്ക് ഇവർക്ക് നിശ്ചയിക്കാം, ഇവരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് പവറുകൾ. ഇനിയിപ്പോൾ റേഷൻ വരുമ്പോഴും എവിടെ കിടക്കണം, നിങ്ങൾ എന്ത് കഴിക്കണം, എന്തുണ്ടാക്കണം, നിങ്ങൾ എപ്പോൾ എഴുതിക്കണം, ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന പവർ റൂമിലുള്ള അംഗങ്ങളാണ്. അവർക്ക് നല്ല പവറാണ്. അത് ഇനി അടുത്ത ക്യാപ്റ്റൻസി വരുമ്പോൾ ഇതിനൊരു അടിയായിരിക്കും. ഈ പവർ റൂമിലോട്ട് കയറാൻ വേണ്ടിയിട്ട് അതിന്റെ പവർ റൂമിലോട്ട് കയറി കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ആയതുപോലെയാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ പവർ റൂമിലോട്ട് കയറി കഴിഞ്ഞാൽ അവരൊരു ക്യാപ്റ്റൻ ലെവൽ പോലും. കാരണം നോമിനേഷനിലില്ല. പണ്ടാണെങ്കിൽ ഈ പവർ റൂമിലുള്ള ഒരു ക്യാപ്റ്റന് മാത്രമേ നോമിനേഷൻ ഫ്രീ ഉള്ളൂ. ഇപ്പം പവർ റൂമിലുള്ള 7 പേർക്കും നോമിനേഷൻ ഫ്രീ ആണ്. ബാക്കിയുള്ളവർക്കാണ്
നോമിനേഷനിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന പവർ റൂമിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അടി കാണും, മുന്തും തള്ളും ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം ഈ പറയുന്ന രതീഷിന്റെ ഒരു മാരക പ്രകടനം, അതിർത്തി ഓവർ ആയെങ്കിൽ കൂടി ഇന്നത്തെ ദിവസം സ്ക്രീൻ സൈസ് മുഴുവനും കൊണ്ടുപോയത് രതീഷാണെന്ന് പറയേണ്ടി വരും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.